ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. റവയും ക്യാരറ്റും ചേർത്താണ് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. സ്പെഷ്യലായിട്ട് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണിത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ എടുക്കുന്നത് ക്യാരറ്റാണ്. ഇവിടെ ഞാനൊരു 1/4 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഒരു 3 ക്യാരറ്റാണ് എടുത്തത്. ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ മാറ്റി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുത്തു. നമ്മളിത് മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ല തിന്നായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അപ്പോൾ അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് നന്നായി ഒന്ന് അരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് പാല് ചേർക്കാം. ഇത് നന്നായി കാച്ചിയെടുത്ത പാലാണ്, കാച്ചി തണുപ്പിച്ച പാലാണ്. ഒരു 1/2 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. 1/2 കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഈ അരച്ചെടുത്തതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് നെയ്യ് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത് വച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാല് ചേർക്കാം. എന്നിട്ട് ഇത് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ക്യാരറ്റ് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി അലിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് ചേർക്കുന്നത്. വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. റവ ഇട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ കുറുകാൻ തുടങ്ങും. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇപ്പോഴിതാ നന്നായി കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ടൊന്ന് കട്ടിയായി വരുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യമേ നെയ്യ് ചേർത്തത് കൊണ്ട് ഇത് പാനിൽ ഒട്ടിപ്പിടിക്കില്ല. ഹൽവ പോലെ നമുക്കിത് ഈസി ആയിട്ട് ഇളക്കാനായിട്ട് പറ്റും. ഇപ്പോഴിതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ റവ നന്നായി കുറുകി സോഫ്റ്റ് ആയതിനു ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുപ്പിക്കണം. ഒരുപാട് തണുക്കണ്ട, ലൈറ്റായിട്ടൊന്ന് തണുത്താൽ മതി. നമ്മളിത് ചെറിയ ബോൾസ് ആക്കി എടുക്കും. അതുകൊണ്ട് ചെറിയ ചൂടോടെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോഴിതാ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് നമുക്ക് ചെറിയ ബോൾസുകൾ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ബോൾസ് ഉണ്ടാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ബോൾസ് ഉണ്ടാക്കി എടുത്തത്. നിങ്ങൾക്ക് ഈ ഒരു അളവിലെടുക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറുതായി എടുക്കുന്നതും നല്ലതാണ്. ചെറിയ ബോൾസ് ആക്കി എടുക്കുമ്പോൾ ഇത് കുട്ടികൾക്ക് കോരി കഴിക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇതെല്ലാം തന്നെ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടൊക്കെയാണ് ഞാൻ ബോൾസ് ആക്കി എടുത്തത്. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന ഈ ഒരു പാത്രം കൂടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ബോൾസുകൾ ഉണ്ടാക്കി വെച്ചില്ലേ, അത് ഇതിലേക്ക് വെക്കാം. ഇപ്പോഴിതാ ഞാൻ മുഴുവനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം. ഒത്തിരി നേരം നമ്മളിത് അടുപ്പത്ത് വെച്ചിരിക്കണമെന്നില്ല. ഒരു 4-5 മിനിറ്റ് മാത്രം ആവി കയറ്റി എടുത്താൽ മതി. നമ്മൾ നേരത്തെ പാലിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് വേറെ ഒരു 4-5 മിനിറ്റ് മാത്രം മതിയാകും. ഇത് വേവുന്ന സമയത്ത് മറ്റൊരു അടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കാം. ഈ പാനിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം.
ഇത് കാച്ചാത്ത പാലാണ്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ് ഇതിനായിട്ട് വേണ്ടത്. ഇപ്പോഴിത് പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂണാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ പാലിലേക്ക് ചേർക്കാം. ആ ഒരു ക്യാരറ്റിൻ്റെ പേസ്റ്റ് മുഴുവൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബൗളിലേക്ക് അല്പം പാല് കൂടി ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതായത് ഒരു 100 ഗ്രാം പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഒരു 4 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഓഫ് ചെയ്തത്. ഇപ്പോൾ ഇതാ നമ്മുടെ ആ റവ ബോൾസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് ഈ പാത്രം മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ച് തണുത്ത് കിട്ടും. ഈ സമയത്ത് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ പാല് നന്നായി തിളച്ച് നമ്മൾ ചേർത്ത 3 കപ്പ് പാല് 2 കപ്പ് പാലാകുന്നത് വരെ നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ റവ ബോൾസ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ റവയും ക്യാരറ്റിൻ്റെ പേസ്റ്റും ചേർത്ത് തയ്യാറാക്കിയ ആ ഒരു ബോൾസാണിത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കയുടെ പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് നന്നായിട്ട് തിളയ്ക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. ആ സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ, റവയുടെ ബോൾസ്, ഇത് ഒന്നുകൂടി വീർത്ത് വരും. ഏലക്കയോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തത് ചേർക്കാം. പിസ്തയും ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. നട്ട്സിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതലും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ റെസിപ്പി കാണാൻ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട്. കഴിക്കാനും അടിപൊളിയായിരിക്കും. ഒരു 2 മിനിറ്റോളം നന്നായി തിളപ്പിച്ചപ്പോഴേക്കും നമ്മുടെ ഈ ബോൾസൊക്കെ, നമ്മൾ ചേർത്ത ഈ ബോൾസൊക്കെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ചേർക്കാം. ഈ ഒരു കുങ്കുമപ്പൂ ചേർക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. കുങ്കുമപ്പൂ ചേർത്തത് കുറവ് പോലെ തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ മാറ്റി. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ നല്ല ചൂടാണ്. നമ്മളിത് ചെറിയ ചൂടോട് കൂടിയും കഴിക്കാം, അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴും അടിപൊളിയാണ്. എന്നാലും ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അല്പം തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കണം. ഇപ്പോൾ അതാ കറക്റ്റ് പാകത്തിന് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു ചെറിയ ബൗളിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. മുതിർന്നവർക്കും അതുപോലെ ടീനേജ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള ഫംഗ്ഷനൊക്കെ ഗസ്റ്റുകൾക്ക് വേണ്ടി ഇതുപോലെ റെസിപ്പി തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.